ഈ തുടരും ചെയ്തുകൊണ്ടിരിക്കുമ്പം ഞാൻ ശോഭനാമേന ഇതിൻ്റെ അകത്തൊരു പാഞ്ചാലി ഉണ്ട് കേട്ടോ. പാഞ്ചാലി അത് ഞങ്ങൾക്ക് മാത്രമേ മനസ്സിലാവും. മാം പ്രോപ്പറായിട്ട് ഡാൻസറാണ്, അല്ലെങ്കിൽ പാഞ്ചാലിനെ പറഞ്ഞ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ ഈ ചെയ്തിരിക്കുന്ന ലളിതയിൽ ഒരു കൈൻഡ് ഓഫ് പാഞ്ചാലിയുടെ ഒരു 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 ലെയർ കിടപ്പുണ്ട് കേട്ടോ. അപ്പം പെട്ടെന്ന് കണക്റ്റ് ആവും. യെസ്, എനിക്ക് മനസ്സിലായി. എന്ത് പാഞ്ചാലിയുടെ ലെയർ ഇതുപോലെ ഈ മോഹൻലാലും ശോഭനയുടെ ഡൈനാമിക്സ്, കാരണം ഇത് യുണീക്കാണ്. ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു റൊമാൻസ് ആംഗിൾ അധികം എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. ജാവയിലും ഇല്ല, സൗദി വെള്ളക്കിലും ഇല്ല. അപ്പൊ ഇതിലേക്ക് വരുമ്പോ ഈ റൊമാൻസ് എന്നുള്ള ഒരു ഏരിയ ടഫായിട്ടുള്ള ഒരു ഏരിയ അല്ലാതെ എനിക്കിപ്പോൾ മനസ്സിലായി കഥ കേട്ട് കഴിഞ്ഞപ്പോൾ. പക്ഷെ ഇതെങ്ങനെ എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നോ? കാരണം മെച്യൂർഡ് അഡൾട്ട്സ് എന്ന നിലയ്ക്കാണ് മിഡിൽ ഏജ് ലവ് സ്റ്റോറി എന്ന് പറയുന്നത്. ഞാൻ കാണുന്ന എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ വീട്ടിൽ ഞാൻ പറഞ്ഞത് എക്സ്പ്രസ് ചെയ്യാന്നുള്ളതല്ല, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, ഹെൽപ്പിംഗ് എന്നൊക്കെ തന്നെയാണ് ഈ മിഡിൽ ഏജ് ലവ് സ്റ്റോറിയുടെ ഒരു ബ്യൂട്ടിഫുൾ ഉള്ളതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചില സൈലൻസുകൾ, ചില പിണക്കങ്ങൾ ഒക്കെ തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ബ്യൂട്ടി. അപ്പം ഞാൻ എൻ്റെ അച്ഛനെയും അമ്മേനെയും തന്നെ പോർട്രേ ചെയ്യാനേ ലാലേട്ടനും ശോഭനയും ശ്രമിക്കുക. എന്ന് വെച്ചാൽ ഈ തുടരും അവരുടെ ഒരു റൊമാൻറ്റിക് മൂവിയൊന്നും അല്ല, അവരുടെ ഒരു കെമിസ്ട്രി അതിൻ്റെ ഒരു പാർട്ടാണെന്നേ ഉള്ളൂ. അപ്പം അതും സിനിമയിലൊരു മേ ബി ഒരു 20-25 മിനിറ്റ്സ് ഒക്കെ ഉള്ളൂ ആ ഒരു പാർട്ട്. പക്ഷെ അത് ഇപ്പം ഞാൻ കണ്ടിട്ടുള്ള കാഴ്ചകൾ ഞാൻ സിനിമയിലാക്കണം. ഞാൻ എനിക്കൊരിക്കലും രാജമൗലി സാർ ചെയ്യുന്ന പോലെയോ അല്ലെങ്കിൽ ശങ്കർ സാർ ചെയ്യുന്ന പോലെയോ ഒന്നും ബിയോണ്ട് അവർ കാഴ്ചപ്പാടിന് അപ്പുറത്തേക്കുള്ള സിനിമകൾ ക്രിയേറ്റ് ചെയ്യാൻ എനിക്കറിയില്ല. ഞാൻ ഇതുവരെയുള്ള എൻ്റെ 36 വയസ്സാണ്. ആ 36 വയസ്സിൽ ഞാൻ കണ്ടിട്ടുള്ള കാഴ്ചകളിൽ നിന്നാണ് ഞാൻ ക്യാരക്ടേഴ്സിനെ ഉണ്ടാക്കുന്നതും സീനുകൾ കൊറിയോഗ്രാഫി ചെയ്യണം. അപ്പം ഇപ്പോൾ തുടരുമിലുള്ള ലാലേട്ടൻ മോഹൻലാൽ ശോഭന എന്ന് പറയുന്നത് ഞാൻ കണ്ടിട്ടുള്ള എൻ്റെ അച്ഛനും അമ്മയും ഉണ്ട്, അല്ലെങ്കിൽ ഞാനും രേവതിയും തമ്മിലുള്ള സംസാരങ്ങളുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു കൈൻഡ് ഓഫ് മിക്സ്ചറാണ് ഈ തുടരുവിലെ ലാലേട്ടൻ ശോഭന കോമ്പിനേഷൻ. ഒരു സംവിധായകൻ എന്ന നിലയ്ക്ക് ആൻഡ് സ്പെഷ്യലി വളരെയധികം ഇമോഷണൽ നുവാൻസ് ഉള്ള സിനിമയും ഹ്യൂമാനിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സിനിമ ഉണ്ടാക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ ചോദിക്കുകയാണ്, വയലൻസ് ഉള്ള സിനിമകൾ ഇപ്പോൾ കുറേ പോപ്പുലർ ആവുന്ന വയലൻസ് നിറയെയുള്ള സിനിമകൾ അതിനെങ്ങനെയാണ് കാണുന്നത്? അല്ല, ഞാൻ അതൊരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നോ അതിവിടെ സംഭവിക്കാൻ പാടില്ല എന്നോ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതും ഈ പറയുന്ന പോലെ അതിനിവിടെ ഒരു സെൻസർ ബോർഡുണ്ട്, എന്ത് കാണിക്കണമെന്ന് ഇവിടെ നിയമങ്ങളുണ്ട്. അതിൽ നിന്നുകൊണ്ടൊരു സിനിമ വരികയും അതിന് പിന്നാലെ ആളുകൾ പോകുന്നതിനെയും ഞാൻ ഭയക്കുന്നില്ല. കാരണം ഇവിടെ അല്ലാത്ത സിനിമകൾ ഓടുന്ന ആളുകൾ, ഇപ്പം സിനിമ കണ്ട് ആളുകൾ അങ്ങനെ വയലൻ്റ് ആവുന്നോ, സിനിമ ഈസ് ഒരു എൻ്റർടൈൻമെൻറ്റ്. അങ്ങനെയാണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പം സൗദി വെള്ളമൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഇവിടെ ഇറങ്ങിപ്പോയ ആളുകളെല്ലാവരും ഇത്രയെ കൊണ്ട് മനുഷ്യന്മാരെന്ന് പറഞ്ഞൊന്നും അല്ലല്ലോ ജീവിച്ചത്. അതുപോലെ തന്നെയാണ് വയലൻസ് സംഭവിച്ചൊന്നും നാളെ ആരെയും കൊല്ലാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഈ ഫീഡിങ് ഒക്കെ നമ്മൾ വീട്ടിൽ നിന്നാണ് തുടങ്ങേണ്ടത്, സ്കൂളിൽ നിന്നാണ് തുടങ്ങേണ്ടത്. ഒരു സിനിമയിൽ നിന്നാണ് നമ്മളിതെല്ലാം പഠിക്കുന്നതെന്ന് പറയുന്നതൊക്കെ വളരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ ഒരു നല്ല കുടുംബത്തിൽ, നല്ല കുടുംബം എന്ന് പറയുന്നത് എനിക്കറിയില്ല, ഈ പറയുന്ന നല്ല കുടുംബം എന്ന് പറഞ്ഞാൽ ഒരു നല്ല പോസിറ്റീവ് വൈബിലുള്ള, അല്ലെങ്കിൽ ഡിസ്കഷൻസ് ഉള്ള, സംസാരങ്ങളുള്ള, അല്ലെങ്കിൽ ബന്ധങ്ങളുടെ വാല്യൂ ഒക്കെ അറിയാവുന്നൊരു ഫാമിലി ആണ് നമുക്ക് ആദ്യം വേണ്ടത്. അപ്പം ഞാനിപ്പോൾ 2 മക്കളുടെ അച്ഛനാണ്. അപ്പം ഞാനും അവരോട് അറ്റാച്ച്മെൻറ്റിനെ പറ്റിയും അച്ഛൻ അമ്മ ഇമോഷൻസ്, അച്ഛൻ അമ്മച്ചി, അല്ലെങ്കിൽ അമ്മു എന്നൊക്കെ പറയണ അമ്മയുടെ അമ്മ എന്നൊക്കെ പറയണതിനെ ഭയങ്കര വാല്യൂ കൊടുത്ത് തന്നെയാണ് വളർത്തുന്നത്. അങ്ങനെ വളരുമ്പോഴാണ് നല്ല സ്കൂൾ വേണം, നല്ല ഫ്രണ്ട്സ് വേണം, നല്ല ടീച്ചേഴ്സ് വേണം. ഇതിൽ നിന്നൊക്കെയാണ് ഒരാളെ ഉണ്ടാക്കിയെടുക്കുന്നത്. അതിൽ അങ്ങനെ പോകുന്നൊരു സ്ഥലത്ത് ഞാൻ ഒരിക്കലും ഒരു വയലൻസ് സിനിമ ഇറങ്ങുന്നുണ്ടോ, ഞാൻ അതൊരു എൻ്റർടൈൻമെൻറ്റ് കണ്ടു വിടുന്നു. സിനിമ എൻ്റെ പേഴ്സ്പെക്റ്റീവിൽ സിനിമ എന്ന് പറഞ്ഞാൽ ലോങ് റൺ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ തിയേറ്ററിലെ ക്രോർ ക്ലബ്ബുകളിനേക്കാളും വിശ്വസിക്കുന്നത് ആ സിനിമ കാലാകാലങ്ങൾ സംസാരിക്കപ്പെടണം എന്നുള്ളത് തന്നെയാണ്.